അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയത്തിലേക്കൊരു ആയത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം എത്രയെത്ര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സൃഷ്ടാവിനെക്കുറിച്ചും അവൻ നമുക്കായി ഒരുക്കിയ ലോകത്തെക്കുറിച്ചും നാം എത്രമാത്രം ചിന്തിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറ അൽ ഫുർഖാനിലെ 45-ാമത്തെ വചനം നമ്മെ അതിലേക്കാണ് ക്ഷണിക്കുന്നത്. നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് അവൻ നിഴലിനെ നീട്ടിയത് എന്ന്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ അവൻ നിശ്ചലമാക്കുമായിരുന്നു. എന്നിട്ട് നാം സൂര്യനെ അതിനെ തെളിവാക്കി. ഈ വചനം നമ്മോട് ചോദിക്കുന്നത് നാം നിഴലിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിഴൽ നീളുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് നാം കാണുന്നു. ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത്? അള്ളാഹു പറയുന്നു, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നിശ്ചലമാക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ സൗകര്യങ്ങൾക്കും സമയ നിയന്ത്രണത്തിനും പ്രപഞ്ചത്തിലെ അവൻ്റെ അസ്തിത്വത്തിൻ്റെ അടയാളങ്ങൾക്കും വേണ്ടിയാണ് അവൻ നിഴലിനെ ചലിപ്പിക്കുന്നത്. സൂര്യനെ അവൻ നിഴലിൻ തെളിവാക്കി എന്ന് പറയുമ്പോൾ ഓരോ നിഴലും സൂര്യൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ഓരോ പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ അപാരമായ കഴിവുകൾക്കും തെളിവുകളാണ്. നമുക്ക് ചുറ്റുമുള്ള ഓരോ ചെറിയ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു. ഓരോ നിഴലിനും ഓരോ സൂര്യരശ്മിയിലും അവൻ്റെ ശക്തിയും യുക്തിയും നമുക്ക് ദർശിക്കാം. ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.